My dear students, in the last class, we have studied about systole and diastole. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സിസ്റ്റളി എന്നും എന്താണ് ഡയസ്റ്റളി എന്നും നാം മനസ്സിലാക്കി. What is systole? The contraction of the chambers of the heart is termed as systole. എന്താണ് സിസ്റ്റളി? ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. During this phase, blood flows from the atria to the ventricles and from the ventricles to outside. That means from the right ventricles, blood flow to the pulmonary artery and from pulmonary artery to the lungs, and from left ventricle blood flow to aorta, and from aorta blood flows to the different parts of the body. ഈ ഘട്ടത്തിൽ രക്തം ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളുകളിലേക്കും വെൻട്രിക്കിളുകളിൽ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്നു. അതായത് വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് രക്തം ശ്വാസകോശ ധമനിയിലേക്കും അവിടെ നിന്ന് ശ്വാസകോശത്തിലേക്കും പ്രവഹിക്കുന്നു. ഇതുപോലെ ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് രക്തം മഹാധമനിയിലേക്കും മഹാധമനിയിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും രക്തം പ്രവഹിക്കുന്നു. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സിസ്റ്റളി about 70 ml of blood is pumped into the arteries every time heart contracts. ഇങ്ങനെ ഹൃദയം ഓരോ തവണയും സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി ലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഡ്യൂറിംഗ് സിസ്റ്റളി about 70 ml of blood is pumped into the arteries. That means 70 ml of blood is pumped into the pulmonary artery and also to the aorta. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി ലിറ്റർ രക്തം ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനിയിലേക്കും വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനിയിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു. About 70 ml of blood is pumped into the pulmonary artery. Which type of blood is pumped into the pulmonary artery? That is impure blood. So about 70 ml of impure blood is pumped into the pulmonary artery. അതായത് ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി ലിറ്റർ അശുദ്ധ രക്തം ശ്വാസകോശ ധമനിയിലേക്കും അവിടെ നിന്ന് ശ്വാസകോശത്തിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു. About 70 ml of blood is pumped into the aorta. Which type of blood is pumped into the aorta? That is pure blood. That means about 70 ml of pure blood is pumped into the aorta. അതുപോലെ ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി ലിറ്റർ ശുദ്ധരക്തം ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനിയിലേക്കും മഹാധമനിയിൽ നിന്ന്
ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. The pressure exerted by this excess blood on the wall of the arteries is systolic pressure. ഈ അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. And the systolic pressure is 120 mmHg. ഈ സിസ്റ്റളിക് പ്രഷർ 120 mmHg ആണ്. Hg എന്നാൽ മെർക്യുറി എന്ന മൂലകത്തിൻ്റെ സിംബൽ പ്രതീകമാണ് Hg. So what is systolic pressure? The pressure exerted by the excess blood on the wall of the arteries is systolic pressure, and this systolic pressure is 120 mmHg. എന്താണ് സിസ്റ്റളിക് പ്രഷർ? അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. ഇത് 120 mmHg ആണ്. So when the heart contracts, 70 ml of blood is pumped into the pulmonary artery and also to the aorta. And this pressure exerted by the blood on the wall of the arteries is systolic pressure. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലിലിറ്റർ രക്തം ശ്വാസകോശ ധമനിയിലേക്കും മഹാധമനിയിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. ഇത് 120 mmHg അഥവാ മെർക്യുറി ആണ്. We have already studied about diastole. The stage of relaxation is termed as diastole, and in this phase the chambers of the heart get filled with the blood. കഴിഞ്ഞ ക്ലാസ്സിൽ ഡയസ്റ്റളി എന്നതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കിളുകളും വിശ്രാന്താവസ്ഥയിലെത്തുന്നു. ഈ വിശ്രാന്താവസ്ഥയാണ് ഡയസ്റ്റളി. ഈ ഘട്ടത്തിൽ ഹൃദയ അറകളിൽ രക്തം നിറയുന്നു. When the heart dilates fully, the same quantity of blood, that means 70 ml of blood, enter into the heart. That means the right atrium is filled with impure blood and the left atrium is filled with pure blood. And a low pressure felt in the arteries during this time, and this low pressure is known as diastolic pressure, and this is 80 mmHg. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ അത്ര തന്നെ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇടത്തെ ഏട്രിയം ശുദ്ധ രക്തത്താലും വലത്തെ ഏട്രിയം അശുദ്ധ രക്തത്താലും നിറയുന്നു. ഈ അവസരത്തിൽ ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ 70 മില്ലിലിറ്റർ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ അവസരത്തിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റളിക് പ്രഷർ. ഇത് 80 mmHg ആണ്.
So we have studied about two types of pressure: systolic pressure, that is 120 mmHg, and diastolic pressure, that is 80 mmHg. ഇപ്പോൾ നമ്മൾ രണ്ട് തരം മർദ്ദത്തെക്കുറിച്ച് പഠിച്ചു: സിസ്റ്റളിക് പ്രഷറും ഡയസ്റ്റളിക് പ്രഷറും. സിസ്റ്റളിക് പ്രഷർ 120 mmHgയും ഡയസ്റ്റളിക് പ്രഷർ 80 mmHgയുമാണ്. ഈ രണ്ട് മർദ്ദങ്ങളും ചേർത്താണ് ഒരാളുടെ രക്തസമ്മർദ്ദം പ്രസ്താവിക്കുന്നത്. The blood pressure of an individual is stated in terms of these two pressures. So, the desired rate of blood pressure is 120/80 mmHg. ഒരാളുടെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. Can you say the name of the instrument used to measure the blood pressure? Instrument used to measure the blood pressure is sphygmomanometer. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് പറയാമോ? സ്ഫിഗ്മോമാനോമീറ്റർ എന്ന ഉപകരണമാണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. You can see the sphygmomanometer in your textbook, page number 38, figure 3.5. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 38 നൽകിയിട്ടുള്ള ചിത്രം 3.5 സ്ഫിഗ്മോമാനോമീറ്ററിൻ്റെതാണ്. There is another picture, figure 3.6, where you can see the digital BP apparatus. അതേ പേജിൽ തന്നെ ചിത്രം 3.6 ഡിജിറ്റൽ BP apparatus എന്നൊരു ഉപകരണവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Both these instruments are used to measure the blood pressure. ഈ രണ്ട് ഉപകരണങ്ങളും രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണങ്ങളാണ്. Name the instruments used to measure the blood pressure. Answer: sphygmomanometer, digital BP apparatus. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം? സ്ഫിഗ്മോമാനോമീറ്റർ, ഡിജിറ്റൽ BP apparatus.